1974 ഫിഫ വേൾഡ് കപ്പിൽ ഫുട്ബോളിനെ തന്നെ മാറ്റിമറിച്ച ഒരു വിപ്ലവത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വേറെ ഒന്നുമല്ല, നെതർലാൻഡ്സ് ഫുട്ബോൾ ടീമിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 1974 വേൾഡ് കപ്പിലേക്ക് വരുമ്പോഴത്തേക്കും അന്നത്തെ ആ ഒരു ഓൾഡ് ജനറേഷൻ ടൈപ്പ് ഓഫ് ഫുട്ബോൾ എന്ന് പറയുന്നത് എന്താ പറയുക, ഓരോ പൊസിഷനിൽ നിൽക്കുന്ന പ്ലെയേഴ്സ് എല്ലാം ആ ഒരു ഫിക്സഡ് പൊസിഷനിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫുട്ബോളായിരുന്നു. സോ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ബാക്ക് ആ ഒരു ലെഫ്റ്റ് ബാക്ക് ഏരിയയിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യും, കൂടുതൽ ഡിഫെൻഡിങ് ആയിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. പക്ഷേ നെതർലാൻഡ്സ് അന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത സിസ്റ്റം, അതായത് അവരുടെ ആ ഒരു ടോട്ടൽ ഫുട്ബോൾ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഡിഫൻഡേഴ്സൊക്കെ അറ്റാക്ക് ചെയ്യുന്നു, അതേപോലെ തന്നെ അറ്റാക്കേഴ്സൊക്കെ എല്ലാം ഡിഫെൻഡ് ചെയ്യുന്നു, അങ്ങനെ അവരുടെ പൊസിഷൻസ് എല്ലാം സ്വിച്ച് ചെയ്ത് മാറിക്കളിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫുട്ബോൾ. സോ അന്നത്തെ ഫുട്ബോൾ ലോകം കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് ഓഫ് ഫുട്ബോളായിരുന്നു അന്ന് നെതർലാൻഡ്സ് ആ ഒരു വേൾഡ് കപ്പിൽ കളിച്ചിരുന്നത്. സോ നെതർലാൻഡ്സിൻ്റെ ആ ഒരു വേൾഡ് കപ്പിലെ പെർഫോമൻസിലേക്ക് വരുമ്പോഴത്തേക്കും അവർ ആ ഒരു വേൾഡ് കപ്പിൽ ടോട്ടലായിട്ട് അടിച്ചത് 15 ഗോളും അതേപോലെ തന്നെ അവർ കൺസീഡ് ചെയ്തത് വെറും 3 ഗോളും മാത്രമായിരുന്നു. പക്ഷേ അതല്ലാതെയുള്ള നെതർലാൻഡ്സിൻ്റെ പെർഫോമൻസിലേക്ക് വരുമ്പോഴത്തേക്കും അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ അതേപോലെ തന്നെ പ്രീ ക്വാർട്ടറൊക്കെ എല്ലാം അടിപൊളിയായിട്ട് തന്നെ കളിച്ചിരുന്നു. കാരണം വമ്പന്മാരായിട്ടുള്ള ടീമിനെല്ലാം അവരുടെ ആ ഒരു ടോട്ടൽ ഫുട്ബോൾ കൺസെപ്റ്റ് വെച്ച് അവർ തോപ്പിച്ച് തരിപ്പണമാക്കി. അവർ തോപ്പിച്ചവരുടെ ലിസ്റ്റിൽ അവർ അർജൻറ്റീനയെ 4-0 തോപ്പിച്ചു, അതേപോലെ തന്നെ ബ്രസീലിനെ 2-0 തോപ്പിച്ചു, ഉറുഗ്വേനെ 2-0 തോപ്പിച്ചു, അതേപോലെ തന്നെ ഈസ്റ്റ് ജർമ്മനീനെയും തോപ്പിച്ചു. സോ ഇതെല്ലാം ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്യേണ്ടാണ് ഇവർ ഈ ഒരു ബിഗ് ടീംസിനെല്ലാം ഒരു വേൾഡ് കപ്പിൽ തോപ്പിച്ചത്. അതിനുശേഷം ഫൈനലിലേക്ക് വരുമ്പോഴത്തേക്കും അവർ രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ അവർ ഗോളടിക്കുകയാണ് നെതർലാൻഡ്സ് ചെയ്തത്. പക്ഷേ ആ ഒരു 2 മിനിറ്റിൽ അവർ കളിച്ചൊരു ഫുട്ബോളുണ്ട്. കാരണം അവർ കിക്ക് ഓഫിൽ നിന്നും ജർമ്മനിയുടെ ഒരു പ്ലെയേഴ്സ് പോലും ഒരു ബോൾ പോലും ടച്ച് ചെയ്തില്ല. സോ അങ്ങനത്തെ ഒരു ഫുട്ബോൾ കളിച്ചായിരുന്നു നെതർലാൻഡ്സ് ഫൈനലിൽ തുടക്കം ലീഡ് എടുത്തത്. പക്ഷേ നിർഭാഗ്യം വെച്ചാൽ അവർക്ക് ആ ഒരു കപ്പ് നേടാൻ സാധിച്ചില്ല. സോ ഈ ഒരു നെതർലാൻഡ്സ് ടീമിൻ്റെ അതേപോലെ ജോനാഥൻ ക്രൈഫ് ഇംപ്ലിമെൻറ്റ് ചെയ്ത ആ ഒരു ടോട്ടൽ ഫുട്ബോൾ കൺസെപ്റ്റിനെ പറ്റി നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക.